ആധ്യാത്മിക ഗ്രന്ഥപാരായണം നമ്മുടെ ഉള്ളിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണ ഉപദേശം ശ്രദ്ധാപൂർവം പാരായണം ചെയ്യുന്ന ആളിന് കോപത്തിൻ്റെ അനർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. ഭഗവത്ഗീത നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് അനാസക്തമായി കർമ്മങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാകും. ദേവീ മാഹാത്മ്യം ശ്രദ്ധയോടെ പാരായണം ചെയ്യുന്നയാൾക്ക് ഭഗവതിയുടെ സർവ്വവ്യാപകത്വവും ബോധ്യപ്പെടാതിരിക്കില്ല. ഇങ്ങനെ ഓരോ ഗ്രന്ഥത്തിനും അനേകം സ്ഥലങ്ങളിലായി വർണ്ണിച്ചിട്ടുള്ള അനേകം തത്വങ്ങൾ നിത്യപാരായണം ചെയ്യുന്നവരുടെ ഉള്ളിൽ പ്രവേശിച്ച് അവയെ ആന്തരികമായി പരിവർത്തനം ചെയ്യുന്നു. ഈ ആന്തരിക പരിവർത്തനം അവരെ സദ്ഭാവത്തിലേക്ക് പടിപടിയായി എത്തിക്കും. തത്ഫലമായി അവർക്ക് സർവ്വ സത്ഫലങ്ങളും കൈവരിക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയും ചെയ്യും. ഈ വിധത്തിലാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കി നമുക്ക് അടുത്ത പങ്ക്തിയിലേക്ക് കടക്കാം. ഇനി ഗുരുവചനം കേൾക്കാം. ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഈശ്വരനോട് പ്രേമമുണ്ടാകണം, സദ്ഗുണങ്ങൾ ഉണ്ടാകണം. ഈശ്വരനോട് അടുക്കുന്നതിനുള്ള പ്രധാന തടസ്സം നമ്മുടെ സ്വാർത്ഥതയാണ്. അന്യരോട് കരുണ തോന്നുമ്പോൾ നമ്മുടെ സ്വാർത്ഥത തനിയേ കൊഴിഞ്ഞു പോകുന്നു. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസ കുലാചാരഹീന കദാചാരലീന കുദൃഷ്ടി കുവാക്യ പ്രബന്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസ കുലാചാരഹീന കദാചാരലീന കുദൃഷ്ടി കുവാക്യ പ്രബന്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി.